സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമുക്ക് ജൂനിയർ ജിയോഫിസിസ്റ്റ് എക്സാമിന് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ആവറേജ് ഡെൻസിറ്റി ഓഫ് ക്രസ്റ്റൽ റോക്ക് ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ്. ഭൂമിയുടെ പുറന്തോട് എന്ന് പറയുമ്പോൾ എർത്ത് ക്രസ്റ്റ് ആണ്. പ്രധാനമായിട്ടും സിലിക്കേറ്റ് റോക്സ്, അതായത് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ തുടങ്ങിയവയാൽ നിർമ്മിതമാണ്. ഈ പാറകൾക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള മാന്റിലിനെയും കോറിനെയും അപേക്ഷിച്ച് ഡെൻസിറ്റി കുറവാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ശരാശരി സാന്ദ്രത ഏകദേശം 2.65 തൊട്ട് 2.70 അത്രയും ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതുപോലെ ഇതിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രാനൈറ്റ് റോക്സ് ആണ്. അതുപോലെ ഇവിടെ ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്, അതായത് സമുദ്രത്തിൻ്റെ അടിയിലുള്ള പുറന്തോടിനെയാണ് നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാന്ദ്രത ഇതിനേക്കാൾ അല്പം കൂടുതലാണ്. അതെന്ന് പറയുന്നത് ഏകദേശം 2.9 തൊട്ട് നമുക്കൊരു 3.0 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് വരെയാണ്. ഇത് പ്രധാനമായിട്ടും ബസാൾട്ടിക് റോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവ രണ്ടിൻ്റെയും സംയോജിത ശരാശരി എടുക്കുമ്പോൾ സാധാരണയായിട്ട് 2.67 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന മൂല്യം ഉപയോഗിക്കുന്നു. ഈ കുറഞ്ഞ സാന്ദ്രത കാരണമാണ് പുറന്തോട് അതിന് താഴെയുള്ള സാന്ദ്രത കൂടിയ മാന്റിലിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻസുകൾ പരിശോധിക്കുമ്പം 2.67 ആണ് കുറച്ച് ആപ്റ്റായിട്ടുള്ള ആൻസർ, അതായത് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന മോസ്റ്റ് ആക്യുറേറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ആവറേജ് ചെയ്യുമ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ലാർജർ ഏരിയ കവേഴ്സ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഗ്ലോബൽ ആവറേജ് ഡെൻസിറ്റി ഓഫ് ദ ക്രസ്റ്റ് എന്ന് പറയുന്നത് 2.67 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരുന്നത്. അപ്പം നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2.67 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്.